നമസ്കാരം. അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ ലോകയെക്കുറിച്ച് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. ലോകത്താകമാനം ലോകയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ മാത്രമാണ് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ലോക മലയാളം കണ്ട എക്കാലത്തെയും വലിയ വിജയമായി ഇൻഡസ്ട്രി ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരിക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയൊന്നും പറയാൻ പറ്റില്ല. കാരണം സെൻസേഷനായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം നമ്മുടെ ദുൽഖർ DQ തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തിനാണ് ഇത്ര ധൃതി? അതെ, എന്തിനാണ് ധൃതി? OTTയിലേക്ക് മെല്ലയെ ഈ ചിത്രം വരൂ എന്നുള്ള സൂചന നൽകിയിരിക്കുകയാണ് DQ. എന്തായാലും DQവിൻ്റെ ഈ സ്ട്രാറ്റജി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ മലയാള സിനിമകളിലെ ഏറ്റവും വലിയൊരു ശാപമെന്ന് പറയുന്നത് ചിത്രം ഒരുവിധം വലിയ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ കച്ചവടം ഉറപ്പിക്കുകയും OTT റൈറ്റ്സ് വിറ്റ് പോവുകയും അതിനോട് അനുബന്ധിച്ചുള്ള കരാറുകളിൽ പെട്ടെന്ന് തന്നെ സിനിമാ തിയേറ്ററിൽ നിന്ന് വെടിവെച്ച് OTTയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രവണത മലയാള സിനിമയ്ക്ക് ഉണ്ട്. ലോകത്താകമാനം മിക്ക സിനിമ ഇൻഡസ്ട്രിയിൽ അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വേറൊന്നുകൊണ്ടല്ല, സിനിമയുടെ വിജയത്തിൻ്റെ മാറ്റിനി കുറഞ്ഞാലോ, അല്ലെങ്കിൽ സിനിമയുടെ ഇനി കളക്ഷൻ ഇനി കുറഞ്ഞാലോ എന്നൊക്കെയുള്ള ഭയം കൊണ്ട്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചിത്രത്തിൻ്റെ പൈസ വസൂലാക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ടൊക്കെ നിർമ്മാതാക്കൾ ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തു ചാടി എടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ ദുൽഖർ അക്കാര്യത്തിൽ വ്യത്യസ്തനാവുകയാണ്. അദ്ദേഹത്തിനൊരു മികച്ച സിനിമ മാത്രമല്ല, ഇൻഡസ്ട്രിയൽ ഹിറ്റ് കുറേ കാലത്തേക്ക് തൻ്റെ കയ്യിൽ തന്നെ വേണമെന്നുള്ള ഒരു പിടിവാശി അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് ഈ ഒരു സിനിമ വലിയൊരു ലക്കാണ്, ഒരു ലക്കി നിർമ്മാതാവെന്നൊരു വലിയൊരു സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, MCU പോലെയുള്ള മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെയുള്ള ഒരു യൂണിവേഴ്സ് തന്നെ നമുക്ക് തുറന്നിരിക്കുകയാണ്. WCU, അതായത് നമുക്കറിയാം വേഫർ ഫിലിം സിനിമാറ്റിക് യൂണിവേഴ്സ് അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. ആ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആദ്യത്തെ സിനിമ തന്നെ വലിയൊരു വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ഒരു വിജയം ആരും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഹൈപ്പിനൊത്തുള്ള അടുത്ത സിനിമകളും വിജയത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ലോകയുടെ രണ്ടാം ചാപ്റ്റർ 2 ചാത്തന്മാരെ കുറിച്ചുള്ള മൈക്കിളിനെ കുറിച്ചുള്ള കഥ വരാനിരിക്കുകയാണ്. മൈക്കിളിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിട്ടുള്ള മറ്റ് ചാത്തന്മാരെയും കുറിച്ചുള്ള സിനിമ വരാനിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളോട് തന്നെയാണ് സിനിമാ ലോകം കാത്തിരിക്കുന്നത്. അപ്പോൾ തൊട്ടുപുറകെ തന്നെ ഒടിയനെക്കുറിച്ചും മൂത്തവനെക്കുറിച്ചുമുള്ള സിനിമകൾ വരും. 5 ചാപ്റ്ററാണ് സിനിമയ്ക്ക് വരാനിരിക്കുന്നതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹം എടുത്ത ഏറ്റവും മികച്ചൊരു തീരുമാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വേഫർ ഫിലിംസിൻ്റെ സാരഥി എന്ന നിലയ്ക്ക് അദ്ദേഹം എടുത്ത ഈ തീരുമാനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ചിത്രം ഇനിയും കുതിച്ചു പായട്ടെ, 300 കോടിയും കടന്ന് മുന്നോട്ട് പോകാൻ സിനിമയ്ക്ക് സാധിക്കട്ടെ. മാത്രമല്ല, വരാനിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഇത്തരത്തിൽ മലയാള സിനിമയുടെ ഖ്യാതി ഉയർത്തുകയും വലിയ വിജയമായി മാറുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് പിൻഡോ അങ്കമാലി.